ഹേ ഗായ്സ്, അപ്പോൾ ദാണ്ടെ ഞാൻ ഇന്ന് രാത്രി ഒരു സൗണ്ട് ആയിട്ട് പുറത്തിറങ്ങിയതാട്ടോ ഗൈസ്. ദാണ്ടെ ആ സൗണ്ട് ദാണ്ടെ പിന്നെയും വരുന്നത്. ഇതെന്ത് ഗൈസ്? ദാണ്ടെ UFO ഗൈസ്. ഇതെന്ത് വലിയതാണ് ഗൈസ്. എന്തോ സീനുണ്ട് ഈ UFOക്ക് ഗൈസ്. എന്താണ് എൻ്റെ സംഭവം എനിക്ക് മനസ്സിലായത്. അതാണ്ട് അത് അങ്ങോട്ട് പോയി ഗൈസ്. കണ്ടിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ UFOക്ക്. കാരണം അതെന്തോ തപ്പി നടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പോയിട്ടുണ്ട്, ഈ ഒരു ഭാഗത്ത് നിന്ന് അത് പോയിട്ടുണ്ട്. നമുക്കിനി വല്ല ന്യൂസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് പോയി നോക്കണം ഗൈസ്. ഞാൻ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഞാൻ നടന്നിട്ടാണ് വന്നത്. ആ സൗണ്ട് വരുന്നതിനനുസരിച്ച് ഞാൻ ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ആ സൗണ്ട് കൂടിയത്. അപ്പോൾ അത് നമ്മുടെ ജുറാസിക് പാർക്കിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് വന്നത് ഗൈസ്. ഇനി ഞാൻ എന്തായാലും കടന്നുറങ്ങട്ടെ ഗൈസ്. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും ന്യൂസ് എന്തെങ്കിലും വന്നിക്കണോ നോക്കട്ടെ. ബ്രേക്കിംഗ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സിറ്റിയിൽ ഇറങ്ങിയിരിക്കുന്നു UFO. ഇതിന്റെ അകത്ത് ഒരു മോൺസ്റ്റർ ഏലിയനാണ്. ഇതിന്റെ കാര്യമായി എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് എത്രയും വേഗം തിരിച്ചു കിട്ടില്ലെങ്കിൽ അത് സിറ്റിയെ നശിപ്പിക്കുന്നതാണ്. മോൺസ്റ്റർ ഏലിയനാ ഗൈസ്. ദാണ്ട് അടുത്തത് മോൺസ്റ്റർ ഏലിയൻ. എന്നാൽ ഇതിപ്പോൾ എന്തായിരിക്കും തപ്പി നടക്കുന്നത് ഗൈസ്? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അത് ജുറാസിക് പാർക്കിൻ്റെ അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് ഞാൻ എനിക്കൊരു ഹിഡൻ ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ എൻ്റെ കമ്പ്യൂട്ടറും അതേപോലെ തന്നെ ഹാക്കിംഗ് സിസ്റ്റങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെയൊക്കെ ഒരു മുകൾ ഭാഗത്തായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വല്ലതും വരികയാണെങ്കിൽ നമുക്ക് ലൊക്കേഷൻ വേണം ട്രാക്കിംഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ മെയിൻ സ്ഥലം കേട്ടോ. ഇതിനകം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട, ഇതാണ് ഇതിൻ്റെ അകത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. വലിയ സെറ്റപ്പ് ഒന്നുമല്ല. ഇത് നമ്മുടെ ഹാക്കിംഗ് സിസ്റ്റങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി എന്തായാലും നമ്മുടെ ആ UFOനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വഴിയോ നോക്കട്ടെ. അതിൻ്റെ അതിന് മിസ്സായത് എന്താണെന്ന് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയും. ഞാൻ നോക്കട്ടെ ഗൈസ്. കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, കണക്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ എന്തായിരിക്കും ഗൈസ്? ഇത് കണക്റ്റായി, പക്ഷെ ഇത് കറക്റ്റായിട്ട് വരുന്നില്ല. ഗൈസ് ഇത് കണ്ട് ലൊക്കേഷൻ കണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല കേട്ടോ. ചേടാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗൈസ്? ലൊക്കേഷൻ കറക്റ്റ് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഒക്കെ റെഡി ആയിരുന്നു. ഓക്കെ, ഞാൻ എന്തായാലും എൻ്റെ ഫോണിലേക്ക് ആ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. ഫോണിൽ ഒന്ന് എടുത്തോട്ടെ. ദാണ്ട ലൊക്കേഷൻ വന്ന് ഗൈസ്. ഞാൻ പറഞ്ഞില്ല ജുറാസിക് പാർക്കിൻ്റെ അകത്ത് ഗൈസ്. അപ്പോൾ എന്തായിരിക്കും ജുറാസിക് പാർക്കിൻ്റെ അകത്ത് ഗൈസ്? ഞാൻ പറഞ്ഞതുപോലെ ഏലിയൻ്റെ വല്ല ഏലിയൻ കുട്ടിയായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇവിടെ അങ്ങനെ ഞാനൊന്നും കാണുന്നില്ല. അതാണ്ട് ഡൈനോസർ ഉണ്ട്. ഇതാണ്ട് ഒരു കുട്ടി ഡൈനോസർ ഗൈസ്. വേറൊന്നിനും ഞാനിവിടെ കാണുന്നില്ല ഗൈസ്. എന്തായാലും ഞാൻ ഇവിടെ മൊത്തം തപ്പി നോക്കട്ടെ. വല്ലതും കിട്ടിയാലോ ചിലപ്പോൾ ഏലിയൻ്റെ വല്ല സാധനമാണെങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ അങ്ങനെ ഒന്നും കാണുന്നില്ല. ദാണ്ട അവിടെ എന്തൊക്കെ കഴിക്കുന്നു. ദാണ്ട 2 ഡൈനോസർ അവിടെ എന്തോ കഴിക്കുന്നു. ദാണ്ട ഏലിയൻ്റെ കുഞ്ഞ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് തോന്നിയായിരുന്നു ഇതെന്തോ മിസ്സിങ് ആയിട്ടാണ് നടക്കുന്നത് ഗൈസ്. എത്രയും വേഗം ആ ഡൈനോസറിനെ അവിടെ ഓടിപ്പിക്കണം, ഇല്ലെങ്കിൽ ആകെ പെടും. ഓക്കെ, ദാണ്ട നമ്മുടെ പിന്നാലെ 2 ഡൈനോസറും വരുന്നുണ്ട്. ഒന്ന് വരുന്നില്ല, ഒന്ന് ദാണ്ട പുറകെ വരുന്നുണ്ട്. സ്പൈനാണ് പിന്നാലെ വരുന്നത്. ഓക്കെ, നമുക്ക് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാം ഗൈസ്. അങ്ങനെ 2 പേരും നമ്മളങ്ങനെ വഴി തിരിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഏലിയൻ കുട്ടി ദാണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ബോധമില്ലാതെ തോന്നുന്നു. നമുക്ക് എന്തായാലും ഇതിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഗൈസ് റിക്കവർ ചെയ്യണം കേട്ടോ. ഇതിന് ഇപ്പോൾ ആകെ തണക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കിടത്താൻ കണ്ടിട്ട് അങ്ങനെയാണ് ഗൈസ്. ഇതിന് ഇങ്ങനെ കിടക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു ഓക്സിജനും അതേപോലെ തന്നെ അതിന് ഹീറ്റിംഗ് ആയിട്ടുള്ളൊരു ബോക്സ് വേണം. അപ്പോൾ ഞാൻ എൻ്റെ സയൻറ്റിസ്റ്റിനൊന്ന് വിളിച്ചു നോക്കട്ടെ കേട്ടോ ഗൈസ്. അവൻ്റെ അടുത്ത് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു നോക്കിയിട്ട് പോകുന്നതാണ് നല്ലത്. ഓക്കെ ഗൈസ്, അവൻ പറഞ്ഞത് അവൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് അവൻ വിട്ട ഫോട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതന്നെയാണെന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മോൺസ്റ്റർ ഏലിയൻ്റെ കുട്ടിക്ക് കിടക്കാനുള്ളൊരു സംഭവം. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ കാറും എടുത്ത് പോവുകയാണെങ്കിൽ ഗൈസ്, അതിന് മുമ്പ് നിങ്ങൾക്കൊരു ചലഞ്ച് തരാം. ഈ കാറിൻ്റെ പേര് കറക്റ്റായിട്ട് പറയുന്നവർക്ക് ഞാൻ അവരെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനങ്ങനെ നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ സ്ഥലത്ത് അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇതൊരു എയർപോർട്ടായിരുന്നു. അപ്പോൾ അതാണ്ട് നമ്മുടെ മോൺസ്റ്റർ ഏലിയൻക്ക് കിടക്കാൻ പറ്റിയ സംഭവമാണിത്. അപ്പോൾ ഇനി നമുക്കിത് വണ്ടിയുടെ ഡിക്കിയിൽ വെച്ച് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എത്രയും വേഗം കൊണ്ടുപോകണം, അല്ലെങ്കിൽ മോൺസ്റ്റർ ഏലിയൻ്റെ കുഞ്ഞ് മരിച്ചു പോയ
ആകെ പെടും കേട്ടോ. പിന്നെ മോൺസ്റ്റർ ഈ സിറ്റി വിട്ട് പോയില്ല എന്നാണ് നമ്മളെ ന്യൂസിൽ വന്നത്. ഗൈസ് ഞാനങ്ങനെ ഈ ബോക്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നാളെ എങ്ങാനും നോക്കാം ഇത് എന്തെങ്കിലും അയക്കണോ ഇല്ലയോ. ഇപ്പം എന്തായാലും കടന്നുറങ്ങാൻ പോവാണ് ഗൈസ്. രാത്രി ആയിട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇനി കടന്നുറങ്ങാൻ പോകുന്നത്. അതെന്ത് സൗണ്ട് കേട്ടെ? ഉറക്കം കളയാൻ വേണ്ടിയിട്ട്. അയ്യോ മോൺസ്റ്റർ അങ്ങനെ വന്നോ? അത് അവിടെ തന്നെ ഉണ്ട്. ഇതെന്താ ഇപ്പോൾ ഇത് സൗണ്ട് എവിടെ നിന്നാണ് ഈ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ചേടാ പുറത്തെന്തെങ്കിലും ഉണ്ടോ? പുറത്തുനിന്നാണ് തോന്നുന്നത്. ഇതിപ്പം ഏതാണ്ടാ UFO. ഇതെന്തിനാ ഇവിടെ വന്നേ ഗൈസ്? അതെങ്ങാനും പറഞ്ഞ അതിൻ്റെ കുഞ്ഞിവിടെ ഉള്ളത് ഗൈസ്. എങ്കിൽ മോൺസ്റ്റർ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കുന്നുണ്ടാകും. ഗൈസ് അത് വന്നു ഗൈസ്. ആ മോൺസ്റ്റർ വന്നു ഗൈസ്. ആകെപ്പെട്ട് മോൺസ്റ്റർ വന്നിട്ടാ, ഉറപ്പ് മോൺസ്റ്റർ വന്ന്. അതാണ്ട് സൗണ്ടൊക്കെ കേൾക്കുന്നേ ഗൈസ്. മോൺസ്റ്റർ പുറത്തുണ്ടാവാതിരുന്ന മതിയായിരുന്നേ ഗൈസ്. ഉറപ്പിച്ച് വന്ന് ഗൈസ്. എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. എങ്കിലേ നമുക്കിതിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുന്നതാണ്. ഇവിടെ കണ്ടപ്പെട്ട് ഇതാണ് മോൺസ്റ്റർ ഗൈസ്. മോൺസ്റ്റർ നോക്കി, എന്ത് വലിപ്പം നോക്കിയത് ഗൈസ്. നമുക്ക് എന്തായാലും നമ്മുടെ കാറിൽ കൊണ്ടുപോകാം മോൺസ്റ്റർ കുഞ്ഞിനെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ ഇപ്പോൾ എവിടെ കളയും എന്ന് എനിക്കറിയില്ല ഗൈസ്. എന്നെ കണ്ടാൽ ഞാൻ ആകെ പെടും കേട്ടോ. ഞാൻ പെട്ടു എന്ന് പറഞ്ഞാൽ പെട്ടു. നമ്മളെ വണ്ടി കയറ്റി ഇനി കൊണ്ടുപോകേണ്ടി വരും. ഇല്ലെങ്കിൽ നമ്മുടെ മോൺസ്റ്റർ കണ്ടാൽ പെടും ഗൈസ്. അത് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. താണ്ട കണ്ട ഗൈസ്, അതിന് കുഞ്ഞുള്ളതറിഞ്ഞ് വണ്ടി വിട്ട വേഗം ഗൈസ്. പെട്ട് താണ്ട പുറകെ വരുന്നേ ഗൈസ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗൈസ്? എൻ്റെ വണ്ടിമൊക്കെ ചാടിയ തീർന്ന് ഞാൻ ഗൈസ്. താണ്ട് അത് ബ്രേക്ക് ഇല്ലാതെയാണ് വരുന്നത് ഗൈസ്. ഞാൻ എന്തായാലും ഇനി സൈഡ് ചാടി ഡോർ ഓപ്പൺ ചെയ്ത് ചാടുകയാണ്, അല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ റെഡി 1 2 3 ഗൈസ്. ഞാൻ അങ്ങനെ ചാടിയിട്ടുണ്ട്. അയ്യോ മോൺസ്റ്റർ താണ്ടെ പോകുന്നു. രക്ഷപ്പെട്ട്. അയ്യോ ഗൈസ്, താണ്ട് അത് കാറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ റിമോട്ട് കാർ കയ്യിൻ്റെ അടുത്ത് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇനി ഇവിടുന്ന് എന്തായാലും മുങ്ങുന്ന നല്ലത്. ഇത് നോക്കുന്നുണ്ട് ചുറ്റും ഗൈസ്. വേറെ ഏതോ മോൺസ്റ്ററിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്തോ ഇനി ഇതിൻ്റെ ആണോ അറിയില്ല. അയ്യോ ഇനി ഇതിൻ്റെ അച്ഛനായിരിക്കുമോ? ഗൈസ് എന്തായാലും ഇനി പോകുന്നതാണ് നല്ലത് ഗൈസ്. ഞാനൊരു നിമിഷത്തേക്ക് തീ തിന്ന്. ഓക്കെ ഇവിടുന്നാണ് ഗൈസ്. അത് ബാക്കിൽ നിന്നാണ് ആ സൗണ്ട് കേട്ടോ. ഇവിടുന്നല്ല. ഇവിടെ ഒന്നും ഇല്ലല്ലോ ഗൈസ്. ഇവിടെ ഒന്നുമില്ല. അയ്യോ മോൺസ്റ്റർ പെട്ട്. അയ്യോ